ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാണ്. എന്നാണ് എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നത്? ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ. എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയാന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ദ്രോഹിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ കാലല്ലല്ല. അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല. എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാനല്ലേ ഇത് അനുഭവിക്കുന്നത്. അതൊന്നും എനിക്ക് ഒരു വിഷയമല്ലെന്ന്. ഇത് വെച്ചിട്ട് റസൂൽ പൂക്കുട്ടി സജന അറിയാതെ ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അത് ഈ കൂട്ടുകാരുമായിട്ടുള്ള കോൺവെർസേഷൻ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഈ തിരിച്ചിൽ എന്നോട് പൈസ ഡിമാൻഡ് ചെയ്ത് കേസിൽ ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഫിറ്റ്നസ് ആയിട്ട് വിളിച്ചാൽ നിങ്ങൾ വരണം. അല്ല, പൈസ വാങ്ങാൻ ഞാൻ പോയി ഡിമാൻഡ് ചെയ്യും, ഞാൻ പൈസ വാങ്ങാൻ പോവാണ് എന്നവർ പറഞ്ഞിട്ട് ഇറങ്ങിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതാണ് മെയിൻ. ഞാൻ പറയട്ടെ, എനിക്ക് ഇന്നലെ കൊണ്ട് പല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അവരുടെ ഫാമിലി വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ടോക്സിക്കിന്റെ ഹൈ സ്റ്റേറ്റിലാണ്. ഓക്കെ, ഞാൻ എന്റെ വൈഫിനോട് സംസാരിച്ചു. എന്റെ വൈഫിനോട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു. ഈ റിലേഷൻഷിപ്പ് തീർന്നു. എനിക്കിനി അതിനകത്തൊരു ബാഡ് ബ്ലഡ് വേണ്ട. ഈ വിഷയം അറിഞ്ഞിട്ട്, ഈ വീഡിയോയുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട്, ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ സജനയെ വിളിച്ചു. അതായത് ഒരിക്കലും ഇവിടെ ഇത്രയും ക്രിമിനലാണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ഇടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ കള്ളം പറയാൻ പറ്റുമോ ഒരു മനുഷ്യന് സമൂഹത്തോട്? അതും എല്ലാം ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാത്തിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലാണ്. അതായത് വീടിൻ്റെ കാര്യമായിക്കോട്ടെ, ബൈക്കിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും, പോക്സോ ആയിക്കോട്ടെ, പ്രണയത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി എല്ലാം ഓപ്പോസിറ്റായിട്ടുള്ളൊരു കാര്യം ഒരാൾക്ക് ലോകത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കല്ല് വെച്ച് നോണമെന്ന് എന്തൊരു തന്മയത്തോടെ, ഇത്രയും നല്ല അഭിനേത്രിയാണ് നമ്മുടെ ജീവിതത്തിൽ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നാം തരം കേട്ടോ. അങ്ങനെ അവൾ വന്നത് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അപ്സെറ്റായിപ്പോയി. കാരണം ചെറിയ കാര്യമല്ലല്ലോ, ഈ കുഞ്ഞിനെയും ബാധിക്കില്ല. കുഞ്ഞിൻ്റെ തന്ത ഇങ്ങനെയുള്ളവനാണെന്നുള്ളത് കള്ളക്കഥയിൽ കൂടിയാലും ജനം വിശ്വസിക്കത്തില്ലേ. ഞാൻ ഉടനെ സജനയെ വിളിക്കുകയാണ്. ഈ വിളിക്കുമ്പോൾ ഉള്ള രസമെന്ന് പറയുന്നത്, നമ്മൾ അപ്സെറ്റായിട്ടാണ് വിളിക്കുന്നത്, മൈൻഡ് ഔട്ടായി നിന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് അവൾ ഓരോ പുതിയ കഥ ഈ മറ്റേ പിള്ളേരെയും അവരെയൊക്കെ വിളിച്ചാണ് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. അതായത് നിങ്ങൾ അതായത് ഞാനൊരു കാര്യം ചെയ്തു, അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല, നമ്മളതങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ അപ്സെറ്റായി നിൽക്കുകയാണ് ആ സമയത്ത്. അപ്പം ഓരോരോ കഥ നമ്മളെ അത് റെക്കോർഡ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരാൾ ഇത്രയും വലിയ അലിഗേഷൻ ഇട്ടിട്ട് അയാൾ തകർന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പുതിയ കഥകൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ തർക്കമാണ്. ഞാനന്നേരം പറയുന്നുണ്ട്, സജന, ഈ വീഡിയോ നിന്നെക്കുറിച്ച് ഞാൻ എവിടെയും തെറ്റ് പറഞ്ഞിട്ടില്ല, നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഞാനും വേണമെങ്കിൽ നീ റസൂൽ പൂക്കുട്ട മുഖം രക്ഷിക്കാനല്ലേ, ഞാനും വേണമെങ്കിൽ ഞാൻ ഇട്ട വീഡിയോ നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, റസൂലിനെ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്, എങ്കിലും ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം. അത് മനസ്സിലാക്കണം. ഞാൻ അവളുടെ ജീവിതത്തിൽ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും ഞാൻ തല്ലിയിട്ടില്ല. അപ്പം പലരും പറയും, നീ ആ തല്ല് കൊടുത്തതിനെ രക്ഷപ്പെട്ടേൻ. ഒരിക്കലും ഇല്ല. അത് പറയുന്നവർക്ക് പറയാം, അവളിനി എത്ര തല്ലിയാലൊന്നും രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ തല്ലുന്നതല്ല എൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പം ഞാൻ പറഞ്ഞത് ഒരിക്കൽ പോലും തല്ലിയിട്ടില്ല. എന്നിട്ടാണ് അവൾ പറയുന്നത് അവൾ മേക്കപ്പ് ഇടുന്നത് ഞാൻ തല്ലിയെന്ന് മറയ്ക്കാനാണെന്ന്. അത് കേൾക്കുന്ന മനുഷ്യർക്ക്, ഈ ചോറുന്നവർക്കത് മനസ്സിലാവും, മേക്കപ്പ് ഇടുന്നതും അതിന് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ ഒന്ന് ആലോചിക്കണം, എന്ത് വിചിത്രമായ കഥകളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇതാണ് ഈ ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനമുണ്ട്. എന്തായാലും നടക്കും. ഇത് ഇവിടെ കൊണ്ട് എന്തായാലും തീരും.